വിശാലമായി അള്ളാഹിനോട് മഗ്ഫിറത്ത് ചോദിക്കണം. ചെറുതും വലുതും എല്ലാ സംഗതികളും അള്ളാഹിനോട് പൊറുക്കലിനെ തേടണം. ശരിക്കൊരു തൗബയുടെ മനസ്ഥിതിയുമായി റബ്ബിനോട് മാപ്പിനെ ചോദിക്കണം. ശരിക്കും മഗ്ഫിറത്ത് ചോദിക്കണം. ആ ചോദിക്കുന്നത് നമ്മുടെ കണ്ണും ഖൽബും അറിഞ്ഞ് ചോദിക്കണം. അങ്ങനെ ചോദിക്കുമ്പോ അല്ലാഹു തആല നമ്മുടെ ഉദ്ദേശം പൂർത്തീകരിച്ചു തരും. എന്താണ് ഉദ്ദേശം? നമുക്ക് അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് വേണം. അല്ലാഹ് പാപം പൊറുത്ത് നമ്മളെ നന്നാക്കണം. പാപം പൊറുക്കപ്പെട്ടവരിൽ നമ്മൾ ഉൾപ്പെട്ട് കിട്ടുകയും വേണം. റമളാനിന് അങ്ങനത്തെ ഒരു ആത്മീയമായ ചൈതന്യമുണ്ട്. അത് ശരിയായി ചോദിച്ച് ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് വല്ലാത്ത ഹരമാണ്. ചോദിച്ച അല്ലാഹ് പുറത്തു തരൂലേ? പുറത്തു തരും. നാട്ടുകാരൊന്നും പൊറുക്കൂല എന്ന് പറഞ്ഞാലും അല്ലാഹു തആല പുറത്തു തരും. ആ പുറത്തു തരാൻ ഒറ്റ കാരണമാണ്, ചോദിക്കുന്നവൻ പൊറുക്കണമെന്ന ശരിയായ നിയ്യത്തോടെ ചോദിക്കണം. അതേ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലുന്ന ഇസ്തിഗ്ഫാറില്ലേ, അത് ഇസ്ലാമിലെ ഏറ്റവും വലിയൊരു ഒറ്റമൂലികയാണ്. പാപം പൊറുക്കാൻ മാത്രമല്ല, മുറാദ് ഹാസിലാകാനൊക്കെ ഏറ്റവും നല്ലൊരു വിഷയം അതാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരു നാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് ഇശാ നിസ്കാരത്തിന് ഒരു പള്ളിയിലെത്തി. നിസ്കാരം കഴിഞ്ഞപ്പോ പള്ളി അടക്കാനുള്ള ആളിങ്ങനെ കാത്തു നിൽക്കാണ്. അപ്പൊ ഒരാള് പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് ദിക്റിലോട്ട് നിൽക്കണം, മുപ്പര് നീക്കണില്ല. ഇത് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളാണ്. അപ്പോ മഹാനവറുകൾക്ക് ഇപ്പൊ വീട്ടിൽ പോകാൻ കഴിയൂല, കാരണം കുറെ ദൂരത്താണ്, അങ്ങോട്ട് പോയാൽ എത്തൂല. മഹാനവറുകളുടെ ഉദ്ദേശം തൽക്കാലം അവിടെ കൂടിയിട്ട് രാവിലെ പോകാന്നാണ്. അപ്പൊ അവരോട് പറഞ്ഞു, ഞാൻ ഇന്ന് ഇവിടെ താമസിച്ചോട്ടെ. ഇവിടെ താമസിക്കാൻ പറ്റൂല, ഇവിടെ പള്ളി പൂട്ടിയിട്ടെന്ന് ഇവിടുത്തെ നിയമമാണ്. ഇവിടെ പള്ളിയിൽ അങ്ങനെ പലർക്കും അനുവാദം കൊടുത്ത് രാവിലെ നോക്കുമ്പോ പള്ളിയുടെ പലതും കാണാനില്ല. അപ്പൊ ഇവിടുത്തെ ആൾക്കാർ തീരുമാനിച്ചു തെറ്റൊന്നുമില്ല, തീരുമാനിച്ചു ഇതെപ്പോഴും നിശാസ്കാരം കഴിഞ്ഞാൽ ഭദ്രമായി പൂട്ടിയിട്ട് സുബൈന്റെ മുമ്പ് തുറന്നാ മതി, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, ഞാൻ അഹ്മദ് ബിൻ ഹംബലാണ്, നിങ്ങൾ ഏത് ഹംബലാലും കുഴപ്പമില്ല, ഇപ്പൊ ഇവിടുന്ന് പോണോ? ഉത്തരവാദപ്പെട്ട ആളങ്ങനെ പറഞ്ഞു, നിങ്ങളിപ്പോ ഇവിടുന്ന് പോകണം, സംഗതി നിങ്ങൾ ഇവിടെ നിൽക്കാൻ വേണ്ടി അഹ്മദ് ബിൻ ഹംബലെന്നും ഇബ്രാഹിമിനെന്നൊക്കെ പറയും, പക്ഷെ അതൊന്നും കേൾക്കൂല. നിങ്ങൾ പോണെന്ന് പറഞ്ഞാൽ പിന്നെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു വാശിക്കുന്നില്ല, അവിടുന്ന് പോന്ന്. അങ്ങനെ പുറത്തു നിന്ന് ഏതെങ്കിലും ഒരു വീട്ടില് രാത്രി താമസം കിട്ടിയാൽ രാവിലെ പോകാലോ. അല്ലാഹു തആലാന്റെ ഒരു നിശ്ചയം നോക്ക് നിങ്ങൾ. ആ പള്ളിയിൽ നിന്ന്, ഭവനത്തിൽ നിന്ന് അല്ലാഹു തആല ഇറക്കി കുറച്ചങ്ങ് നടന്നപ്പോ ലൈറ്റ് ഉള്ളൊരു വീട് കണ്ടപ്പോ അങ്ങോട്ട് കയറിയിട്ട് ചോദിച്ചു, ഞാനിന്ന് രാത്രി ഇവിടെ നിന്നോട്ടെ? ആ രാത്രി നിന്നോളൂ, നാളെ രാവിലെ പോയിക്കോളാം. നിങ്ങൾ ആരാ? ഞാനൊരു മുസാഫിർ, യാത്രക്കാരനാണ്. പേരും നാളൊന്നും പറഞ്ഞില്ല, ഞാനൊരു യാത്രക്കാരനാണ്. അങ്ങനെ രാത്രി പിന്നെ വീട്ടിലേക്ക് പോയാൽ എത്തൂല, ഞാൻ ഇവിടെ കയറി ഇവിടെ നിന്നോളാം. നിന്നോളിന്ന് പറഞ്ഞു. അങ്ങനെ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ റൂമിൽ കയറി താമസിച്ച് ഞാനങ്ങനെ ഉറങ്ങാൻ കിടന്നപ്പോ അപ്പുറത്തെ റൂമിൽ നിന്നുണ്ട് ആ വീട്ടിലെ കുടുംബക്കാരൻ, ആ വീട്ടിലെ ഉപ്പ ഇസ്തിഗ്ഫാർ ചെല്ലുന്നുണ്ട്. ഇസ്തിഗ്ഫാറിന്റെ 100-150 ചെല്ലോട് ചെല്ലുന്നെ. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീ തീരുന്നില്ല, എത്രയാ ചെല്ലുന്നത്. അപ്പൊ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഉറക്കം വരാതുകൊണ്ട് അയാളൊന്ന് ചോദിച്ചാലോ, എന്താ നിങ്ങൾക്ക് വല്ല പ്രത്യേക മുറാദുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മഹാപാപം ചെയ്തിട്ട് അല്ലാഹു തആലാനോട് കേണപേക്ഷിക്കാണോ എന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി. അയാൾ എടുത്ത് ചെന്നിട്ട് ഞാൻ ചോദിച്ചു, അല്ല സുഹൃത്തെ, കുറെ നേരമായല്ലോ ഇസ്തിഗ്ഫാർ ഇങ്ങനെ കേൾക്കുന്നത്, ഉറങ്ങൊന്നും വേണ്ട, എത്ര നേരായി? നിങ്ങൾ ഈ ഇസ്തിഗ്ഫാറിന്റെ പിന്നിൽ വല്ല ലക്ഷ്യമുണ്ടോ? എത്ര കൊല്ലായി? ഏകദേശം ഒരു 10-20 കൊല്ലായി ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങിയിട്ട്. ഒരൊറ്റ മുറാദ് കൂടി സാധ്യമായി കിട്ടേണ്ടതുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ദുന്യാവിൽ നിൽക്കാനൊന്നും വലിയ പൂതിയൊന്നുമില്ല. ബാക്കിയുള്ളതൊക്കെ അല്ലാഹു തആല തന്ന തൗഫീഖ് കൊണ്ട് ഞാൻ ഏകദേശമൊക്കെ ചെയ്ത് ഒപ്പിച്ചിട്ടുണ്ട്. സ്വീകരിക്കണ അള്ളാന്റെ അടുത്താണ്. ഞാൻ ഇപ്പൊ ചോദിക്കുന്ന ഒന്നുകൂടി കിട്ടണം, അതിനാണ്. എന്താ നിങ്ങളെ ചോദ്യം? നാടുനീള അറിയപ്പെടുന്ന 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ളൊരു മഹാപണ്ഡിതനുണ്ട്, അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു എന്നാണ് ആ മഹാന്റെ പേര്. ഞാൻ അല്ലാഹുവോട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നത് മരിക്കുന്നതിന്റെ മുമ്പ് ആ സ്വാലിഹായ മഹാനെ കണ്ടൊന്ന് മരിക്കണേ. 10-20 കൊല്ലമായി പതിവായി ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലാൻ തുടങ്ങിയിട്ട് ഇതങ്ങ് കേട്ടപ്പോ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളാ പറയുന്ന അഹ്മദ് ബിൻ ഹംബൽ ഞാനാണ്.
ഇസ്തിഗ്ഫാർ നിർത്താൻ നേരമായിട്ടുണ്ടേ. നിങ്ങൾ പറയുന്ന അഹ്മദ് ബിൻ ഹംബൽ നിങ്ങൾ ഞാനാണെന്ന് പറഞ്ഞപ്പോഴേക്ക് ആലിംഗനം ചെയ്ത് മുസാഫഹത്ത് ചെയ്ത് ആദരിച്ചു ബഹുമാനിച്ചു. റബ്ബേ, എനിക്ക് കണക്കാക്കിയ അവധി നീ എപ്പോഴാണോ തരുന്നത് ഞാനത് സ്വീകരിക്കാനൊരുക്കമാണ്. കാരണം ഈ ദുനിയാവിൽ എനിക്ക് ബാക്കിയുള്ളൊരു അഭിലാഷമാണ് 10 ലക്ഷം ഹദീസ് മനപ്പാടമുള്ളൊരു മഹാപണ്ഡിതൻ ഇമാമു അഹ്ലിസ് സുന്നഹ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ ഒന്ന് കാണണം. കണ്ടല്ലോ അല്ലാഹ്, ഇനി എനിക്ക് ഏറെ മറ്റൊരു താല്പര്യവുമില്ല. ഇനി നിന്റെ അടുത്തേക്ക് വരാൻ നീ എന്നെ വിളിക്കുമ്പോൾ ഞാൻ റെഡിയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. സഹോദരങ്ങളെ, അസ്തഗ്ഫിറുല്ലാഹൽ അദീം കൊണ്ട് സാധ്യമാക്കി എടുത്തോ നോക്ക് നിങ്ങൾ. ഏതോ നാട്ടിലുള്ള അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ആ നാട്ടിലെത്തി. പള്ളിയിൽ കയറി കിടക്കാൻ കഴിഞ്ഞില്ല. ഇറങ്ങി പുറത്തു നടന്നപ്പോൾ അതേ വീട്ടിൽ തന്നെ എത്തി. അല്ലാഹുവല്ലേ എവിടെ എത്തിച്ചത്? ആ വീട്ടിൽ തന്നെ താമസം കിട്ടി. ആ വീട്ടുകാരന്റെ ഇസ്തിഗ്ഫാർ കേട്ടു. മുറാദ് ഹസിലായി കിട്ടി. റമളാനിന്റെ നടുവിലെ 10 മഗ്ഫിറത്തിന്റെ 10ആണ്. നല്ല പാപക്കറകളൊക്കെ കണ്ണീര് കൊണ്ട് കഴുകിക്കളയണം. മൃദുലമായ മനസ്സോടെ അള്ളാനോട് ഇസ്തിഗ്ഫാർ ചൊല്ലണം. പാപം പുറത്തു കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. ഒരു പാപക്കറയുമില്ലാത്ത, ഒരു പാപത്തിന്റെ ആരോപണം പോലും വരാത്ത ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലിയില്ലേ? പാപം ചെയ്തിട്ടാണോ ഇസ്തിഗ്ഫാർ ചെയ്യാറുള്ളത്? അല്ലേ അല്ല. റബ്ബേ, നീ തന്ന ശുക്ർ, നീ തന്ന നിഅമത്ത്, അത് കയ്യും കണക്കുമില്ലാത്ത നിഅമത്തല്ലേ? ലോകത്തെ ഏറ്റവും അഫ്ളലായ വ്യക്തി ഞാനാണല്ലോ അല്ലാഹ്. നബിതങ്ങളെ ഭാവനയാണ്. ഏറ്റവും അഷ്റഫുൽ ഖൽഖ് ഞാനാണ്, അഫ്ളലുൽ ഖൽഖ് ഞാനാണ്. മുർസലീങ്ങളിൽ മാത്രം അഫ്ളലായ ആള് എന്നല്ല, അഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി. നിരുപാധികം പറഞ്ഞാൽ, ഒരാളിലേക്കും ചേർത്തി പറയാതെ നിരുപാധികം പറഞ്ഞാൽ, സൃഷ്ടികളിലെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നേതാവ് ഞാനാണല്ലോ അല്ലാഹ്. നീ തന്ന മഹോന്നതമായ ആ സ്ഥാനത്തിന് എനിക്ക് ശുക്ർ ചെയ്യാൻ വേണ്ടതുപോലെ ഒത്തിട്ടില്ലല്ലോ അല്ലാഹ്. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹൽ അദീം, നീ നിന്റെ നിഅമത്ത് എനിക്ക് നിലനിർത്തി തരണേ അല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആർക്ക് ആരോപിക്കാൻ പറ്റും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറ്റി ഒരു ദമ്പ് ആരോപിക്കാൻ? ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന അങ്ങനെയല്ല, അങ്ങനെ ധരിക്കാനും പറ്റൂല. അങ്ങനെ ബുദ്ധിയുള്ള മനുഷ്യൻ തീരെ ധരിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പറ്റി അങ്ങനെ ധരിക്കാനാണ്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഇസ്തിഗ്ഫാർ അല്ലാഹു തആല നൽകിയ താമായ നിഅമത്തിനുള്ള ശുക്ർ യഥാർത്ഥത്തിൽ ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്ന നിലക്കുള്ള ഇസ്തിഗ്ഫാറാണ്. അപ്പൊ ആ ശുക്രിന്റെ തമാമിന് വേണ്ടിയാണ് അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി എന്ന് അവിടുന്ന് തേടുന്നത് ദമ്പിന്റെ പേരിലാണെന്ന് വിശ്വസിക്കുന്നത് കടുത്ത തെറ്റാണ്. അങ്ങനെ വിശ്വസിക്കാൻ ഒരു നിലക്കും പാടില്ല, ഒരു മുസ്ലിമിന് കഴിയില്ല അങ്ങനെ വിശ്വസിക്കാൻ. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ട മാസം. കെഞ്ചി ചോദിക്കണം അല്ലാഹുവോട് തെറ്റിന്. ജനങ്ങളൊന്നും അറിയാത്ത സ്വകാര്യ തെറ്റുകൾ, ആളുകൾ അറിഞ്ഞിട്ടും നമുക്ക് പ്രശ്നമില്ലാത്ത തെറ്റുകൾ ഒക്കെ പുറത്തു തരുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവോട് ചോദിക്കേണ്ടതുപോലെ ചോദിച്ചാൽ അല്ലാഹു പുറത്തു തരൂല. നിങ്ങൾ നോക്കി, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് ഒരു മനുഷ്യൻ ആ നാട്ടിൽ ഒരുപാട് അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരാൾ. അയാളെ കീഴിൽ ഒരുപാട് ചെറുപ്പക്കാരെ അയാൾ വഴിതെറ്റിച്ചു. ഒരുപാട് സ്ത്രീകൾ അയാൾ വഴിതെറ്റിച്ചു. അയാൾക്ക് കുടുംബമുണ്ട്, മക്കളുണ്ട്, ഭാര്യമാരുണ്ട്. അങ്ങനെ ദുഷിച്ച് അയാൾക്ക് തന്നെ എന്നും ഇടക്കിടക്ക് കളവിന്റെ കേസിലും അയാൾ തന്നെ, എവിടെങ്കിലും അടിപ്രശ്നം ഉണ്ടെങ്കിൽ, കച്ചറുണ്ടെങ്കിൽ അതിലും അയാൾ തന്നെ, എവിടെങ്കിലും ആരെങ്കിലും പരിക്കേൽപ്പിച്ച വിഷയം ഉണ്ടെങ്കിൽ അതിലാണ്, കൊലപാതകം ഒക്കത്തിലും പുള്ളി നമ്പർ 1 പുള്ളിയാണ്. മൂസാ നബി അലൈഹി സ്വലാമിനോട് വന്നിട്ട് ആൾക്കാർ പറഞ്ഞു, മൂസാ നബി ഇയാളെ കൊണ്ട് സഹി കെട്ടിട്ടുണ്ട്,
നിങ്ങൾ എന്തെങ്കിലും ഒരു മാർഗം അള്ളാഹിനോട് ചോദിക്കണം, ഇയാളിൽ നിന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇയാൾ ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു തആല പറഞ്ഞു, ചോദിച്ചപ്പോ മൂസാ നബിയെ നിങ്ങൾ അയാളെ ആ നാട്ടിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു നാട്ടിലേക്ക് കൊണ്ടാക്കിയെടുക്കും, അവിടെ പോയി താമസിച്ചോട്ടെ. അപ്പൊ കുറച്ചു കാലം അവിടെ ഇങ്ങനെ താമസിച്ചിട്ട് പിന്നെ പതുക്കെ പതുക്കെ ആ നാട്ടുകാരും കേടുവരാൻ തുടങ്ങി. അപ്പൊ നാട്ടുകാർ മൂസാ നബി അലൈഹി സ്വലാമിനോട് വന്നിട്ട് ചോദിച്ചു, അല്ല മൂസാ നബിയെ, നിങ്ങളെ വേസ്റ്റൊക്കെ തട്ടാളെ നാടാ ഞങ്ങളെ നാട്, നിങ്ങൾക്ക് പറ്റാത്തത് മൊത്തം കൊടുത്ത് തട്ടാളെ നാടാ, പറ്റുന്ന ആളെ കൊടുത്ത് തട്ടിയാ പോരെ, നിങ്ങളെ നാട്ടിൽ നിന്ന് താങ്ങാൻ പറ്റാത്ത ഒരാളെ ഞങ്ങളെ നാട്ടിൽ കൊണ്ടുവന്നിട്ട് സർവ്വ ചെറുപ്പക്കാരൊക്കെ ഇടുന്നു, നല്ല ചെറുപ്പക്കാരെ ഞങ്ങളെ നാട് ചെറുപ്പക്കാർക്ക് കുഴപ്പമില്ല. അയാൾ വന്ന് പതുക്കെ പതുക്കെ കമ്പനിയായി, പിന്നെ പതുങ്ങി, പിന്നെ ഒലക്ക മതോന്മത്തരായി മാറി, പിന്നെ കളവിലും എല്ലാരും പിടിക്കപ്പെടലായി. നേരത്തെ അങ്ങനത്തെ ഒരു കുഴപ്പമോ കുട്ടിയൊക്കെ ഇല്ലേന്നു. നാട്ടിൽ വന്ന് പരാതി പറഞ്ഞപ്പോ മൂസാ നബി അലൈഹി സ്വലാം പിന്നെ അള്ളാഹിനോട് ചോദിച്ചു, നിസ്കരിച്ചിട്ട് പടച്ചോനെ ഞാനും പാകക്കുവാങ്ങി, ഈ നാട്ടിൽ നിർത്താൻ പറ്റൂല, ആ നാട്ടിൽ നിർത്താൻ പറ്റൂല. അപ്പൊ അള്ളാഹു തആല പറഞ്ഞു, ഇനി ഒരു വഴിയേ ഉള്ളൂ മൂസാ നബി. അപ്പൊ ആൾക്കാരെ ഇടയെന്നല്ലേ മൂപ്പരിങ്ങനെ ഞാനും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് നാട് എടുത്തിയാൽ അള്ളാഹു തആല ചാൻസ് കൊടുക്കാൻ മനുഷ്യൻ നന്നാകാണെങ്കിൽ നന്നായിക്കോട്ടെ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഒരു മനുഷ്യനെ അദാബിലാക്കാനല്ലത്, അള്ളാഹിന്റെ മഗ്ഫിറത്തിന്റെ റഹ്മത്തിന്റെ ഒരു ഭാഗമാണത്. മൂസാ നബി അലൈഹി സ്വലാം ഒരു ദ്വീപിലേക്ക് അയാൾ നാട് കടത്തി. മൂസാ നബി അലൈഹി സ്വലാം ഒരു ദ്വീപിലേക്ക് ഇയാളെ നാട് കടത്തി. അവിടെയുള്ള കടൽ വെള്ളവും മീനൊക്കെ തിന്നിങ്ങനെ ജീവിച്ചു. ഇയാൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഇയാൾ ആകെ അവശ നിലയിലായി, സുഖല്ലാതായി. സുഖല്ലാതായപ്പോൾ അയാൾ ഒറ്റ വിളി വിളിച്ചു, ഇലാഹി, എന്റെ ഇലാഹായ അല്ലാഹുവേ, നിന്നോടല്ലാതെ മറ്റൊരാളോടും പറയാൻ എനിക്കില്ല. എന്റെ കൂടെ എന്റെ ബാപ്പ ഇല്ലല്ലോ, ഉമ്മ ഇല്ലല്ലോ, മക്കളില്ലല്ലോ, കുടുംബമില്ലല്ലോ, കൂട്ടുകാരില്ലല്ലോ, സഹപാഠികളില്ലല്ലോ, നാട്ടുകാരില്ലല്ലോ, മറുനാട്ടുകാരില്ലല്ലോ, നിന്റെ കലീമായ മൂസാ നബി അലൈഹിസ്സലാം ഇല്ലല്ലോ, ഞാൻ ഒറ്റക്കാണല്ലോ അല്ലാ, സുഖമില്ലാതെയായല്ലോ റബ്ബേ. അയാള് മരുഭൂമിയിൽ കിടന്നിട്ട് ശരീരമൊക്കെ മരുഭൂമിയിലേക്ക് അങ്ങ് തുറന്നു വെച്ച് ഷർട്ട് ധരിക്കാതെ മണ്ണിൽ കിടന്ന് അള്ളാഹിനോട് പറയാണ്, അല്ലാ, നീ വലിയ ധർമ്മം ചെയ്യുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്, പാപം പൊറുക്കുന്നവനാണ്, എനിക്ക് നീ പൊറുക്കണേ അല്ലാ. ശരിക്കങ്ങ് ആത്മാർത്ഥമായി, കണ്ണുകൾ സജലമായി, കൽബുകൾ ശരിക്ക് അറിഞ്ഞ്, ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും അറിഞ്ഞ് അല്ലാഹുവിലേക്കങ്ങ് തുറന്നു പറഞ്ഞപ്പോ അല്ലാഹു ജല്ല ജലാലു അയാളുടെ ആ വിളിയും പ്രാർത്ഥനയും സ്വീകരിക്കുകയാണ്. നേരത്തെ നാട്ടിൽ വെച്ച് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുറച്ചു കാലം എന്നൊരു ലിമിറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ കുറച്ചു കാലം മതി എന്നൊരു തോന്നലുണ്ടാകും, അല്ലെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ലാതെ ചിന്തിക്കും. ഇവിടെ അങ്ങനെയല്ല, അള്ളാനെ വിളിക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ലല്ലോ. ചോദിച്ചിട്ട് അയാൾ രണ്ടാമതായി പറയുന്നത്, അല്ലാ, എന്റെ പാപം നീ പുറത്തു തന്നിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോ രോഗിയാണല്ലോ, പുറത്തു തന്നു എന്ന സ്വീകാര്യതയ്ക്ക് വേണ്ടി നിനക്കെല്ലാ കഴിവുമുണ്ടല്ലോ. എന്റെ ഭാര്യ മക്കളെയും എന്റെ ബാപ്പ ഉമ്മമാരെയും എന്റെ കൂട്ടുകാരെയും അയൽക്കാരെയും ഒന്ന് എന്റെ അടുത്തേക്കൊന്ന് കൊണ്ടെത്തിച്ചു തരണേ അല്ലാ. ഞാൻ അവരെ കണ്ടിട്ട് എനിക്കൊരു ആവേശം വരട്ടെ, എന്റെ പ്രാർത്ഥന സ്വീകരിച്ചു എന്ന് എനിക്കൊരു ബോധ്യവും കിട്ടട്ടെ. അല്ലാഹു തആല പ്രത്യേകം ചില മലക്കുകളെ ഇറക്കി കൊടുത്തു. ബാപ്പാന്റെയും ഉമ്മാന്റെയും ഒക്കെ വേഷത്തിൽ, മക്കളൊക്കെ വേഷത്തിൽ അവരൊക്കെ അടുത്ത് വന്നിരുന്ന് മക്കളൊക്കെ വാപ്പാ എന്ന് വിളിച്ചു, ഭാര്യക്കൊന്ന് സംസാരിച്ചു, ബാപ്പയും ഉമ്മയൊക്കെ സംസാരിച്ചു, എല്ലാവരെയും കണ്ട് കുളിരണിഞ്ഞ് അവരൊക്കെ തിരിച്ചുപോയി. കുറച്ചു സമയം കഴിഞ്ഞപ്പോ ഇദ്ദേഹം മരണപ്പെട്ടു. അപ്പൊ അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറയാണ്, മൂസാ നബി, എന്റെ ഒരു ഇഷ്ടദാസൻ ഇന്നാലിന്റെ സ്ഥലത്ത് മരിച്ചു കിടക്കുന്നത്, നിങ്ങൾ പോയി കുളിപ്പിച്ച്. ആരോടാ കുളിപ്പിക്കാൻ പറഞ്ഞത്? കലീമുല്ലാഹി മൂസാ നബി അലൈഹി സ്വലാമിനോടാണ്. കുളിപ്പിച്ച് കഫൻ ചെയ്ത് മണ്ണ് വെട്ടി ഖബർ കുഴിച്ച് നിങ്ങൾ മറവ് ചെയ്യണം. മൂസാ നബി അലൈഹി സ്വലാം പോയി നോക്കുമ്പോ നേരത്തെ നാട് കടത്തിയ ആളാണ്. മൂസാ നബി അലൈഹി സ്വലാം ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ നിന്നു,
അള്ളാഹു തആല ഇപ്പൊ പ്രത്യേകമായിട്ട് എന്നെ പറഞ്ഞയച്ചത് തന്നെയാണോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇതേ പോലത്തെ ആളുണ്ടോ? ഈ ദ്വീപിൽ തന്നെ വേറെ എവിടെയെങ്കിലും ആളുണ്ടല്ലോ, ഇത് മാത്രമാണോ? മൂസാ നബി അലൈഹി ഇസ്ലാമിനെ വിളിച്ചിട്ട് അള്ളാഹു തആല പറഞ്ഞു, മൂസാ നബി ആശങ്കപ്പെടേണ്ട, അതന്നെയാണ് അതന്നെയാണ് ഞാൻ ആ പറഞ്ഞ എന്റെ അടിമ എന്ന് പറഞ്ഞ, എന്റെ ഇഷ്ടദാസൻ എന്ന് പറഞ്ഞ അതന്നെയാണ്. ഇപ്പൊ എങ്ങനെ പഠിച്ചോനെ ഇഷ്ടദാസനായി? നാട്ടുകാര് മുഴുവൻ പറഞ്ഞെന്താ? പുറത്തുകൊടുക്കൂലട്ടോ അല്ലേ? അല്ല നാട്ടുകാരൊക്കെ അളാപ്പി മുത്താപ്പി ഉണ്ടോ? അല്ല പുറത്തുകൊടുക്കൂല, ഓല് പറയാൻ പുറത്തുകൊടുക്കൂലട്ടോ. പുറത്തുകൊടുക്കൂല. ഇങ്ങനെ അവരൊക്കെ വിധി എഴുതിയിട്ടുണ്ട്. ശരിയാണ് മൂസാ നബിയെ, ഞാൻ അയാൾക്ക് ഒന്നാമത്തെ ഷോക്ക് കൊടുത്തതാണ് സ്വന്തം നാട്ടിൽ നിന്ന് മാറി താമസിക്കുക. അപ്പോഴും ഒരു പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്കനുസരിച്ച് അയാൾക്ക് നന്നാകാൻ പറ്റിയില്ല. പിന്നെ വിജനമായ എന്റെ ഭൂമിയിൽ വന്നപ്പോ എന്റെ വെള്ളം കുടിച്ച് എന്റെ ഭക്ഷണം കഴിച്ച അയാൾ എങ്ങനെ കഴിയുമ്പോ ഇബാദത്ത് തുടങ്ങി. ഒറ്റക്കല്ലേ, ഏകാഗ്രതയൊക്കെ അയാൾ വെടിഞ്ഞു. കലശലായ അസുഖം വന്നപ്പോൾ അയാൾ എന്നെ വിളിച്ചു, ആത്മാർത്ഥതയുടെ വിളി. പൊറുക്കണേ അല്ലാ, മാപ്പാക്കണേ അല്ലാ. ഞാൻ ആ വിളിക്ക് ഉത്തരം ചെയ്തു. രണ്ടാമതും എന്നെ വിളിച്ചു പറഞ്ഞു, നീ എന്റെ പാപം പൊറുത്തിട്ടുണ്ടെങ്കിൽ, എന്നെ നീ കബൂൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്റെ കൂടെ എന്റെ ബാപ്പയും മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ രോഗാവസ്ഥയിലാണ്, അവർ പരിചരിക്കാൻ വരും. രോഗം വന്നില്ലേ നിനക്ക് അവരൊക്കെ എന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വരും. ഇനി രോഗിയായില്ലേ, ഇനി തെണ്ണിപ്പിലേക്കൊന്നും പോകൂല എന്ന് പറയും. പടച്ചോനെ, അവരെന്റെ അടുത്തില്ലല്ലോ, അവരെ എത്തിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അവരെ രൂപത്തിൽ അവിടെ ആളിറക്കിയിട്ടുണ്ട്. അവരെല്ലാം കണ്ടുവന്നപ്പോ പിന്നെ എന്റെ അടിമയെ ഞാൻ പിടിച്ചു. മൂസാ നബിയെ, അയാള് നല്ല ആളാണ്. നിങ്ങൾ കുളിപ്പിച്ച് നിസ്കരിച്ച് ഖബറ് കുഴിച്ച് മറമാടണേ. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, നിന്റെ രക്ഷിതാവായ അല്ലാഹു വിശാലമായ മഗ്ഫിറത്ത് ചെയ്യുന്നവനാണ്. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സങ്കടം വന്ന നിമിഷമല്ലേ ഉഹുദിന്റെ രണഭൂമിയിൽ അവിടുത്തെ പിതൃ സഹോദരനായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു അൻഹുവിന്റെ ചേതനേറ്റ ശരീരം, കരളക്ക മാന്തി പൊളിച്ച ശരീരം കണ്ട് തങ്ങൾ വല്ലാതെ വേദനിച്ചുപോയി. ആ ശരീരത്തിന് ചാട്ടുളി പ്രയോഗം നടത്തി ഹംസ റളിയല്ലാഹു അൻഹുവിനെ വീഴ്ത്തിയ ആളല്ലേ വഹ്ശി എന്ന് പറയുന്ന ആള്. വഹ്ശി വന്നിട്ട് നബി തങ്ങളെ മുന്നിൽ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട്, എന്റെ പാപം അല്ലാഹ് പൊറുക്കൂലേ നബിയേ, തങ്ങൾക്ക് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമല്ലേ ഞാൻ ചെയ്തു വെച്ചത്. വഹ്ശി, അല്ലാഹ് പൊറുക്കാത്ത ഒന്നില്ല. ഇന്നൽ ഇസ്ലാമ യഖ്ദിമു മാ കാന ഖബ്ലഹു വഅന്നൽ ഹിജ്റത തഖ്ദിമു മാ കാന ഖബ്ലഹാ. ഇസ്ലാം ആശ്ലേഷണം നേരത്തെയുള്ള എല്ലാ ദുർചെയ്തികളെയും, ചെറുതാകട്ടെ വലുതാകട്ടെ, എത്ര നീരസപ്പെടുന്നതാകട്ടെ, അല്ലത് മായ്ച്ചു കളയും. ഇസ്ലാമോടുകൂടെ ആ കറ അല്ല നീക്കിക്കളയും. വഹ്ശി റളിയല്ലാഹു അൻഹുവായി മാറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്ന് ചെയ്തുപോയ കുറ്റത്തെ പറ്റി പശ്ചാത്താപമില്ലേ എന്ന് ചോദിക്കുമ്പോ ഉണ്ടെന്നല്ലേ മറുപടി കൊടുക്കുന്നത്. ആ വഹ്ശിക്ക് പോലും സലാമത്തിന്റെ അവസ്ഥ കൊടുത്തെങ്കിൽ മുഅ്മിനുകളെ, മഗ്ഫിറത്ത് അല്ലാഹുവോട് ചോദിക്കണം. റബ്ബിനോട് പാപക്കറകളൊക്കെ നീക്കിത്തരാൻ വേണ്ടി പറയണം. അത് പറയേണ്ടത് പോലെ പറയണം. അതിനുള്ള സമയവും സന്ദർഭവും ഒക്കെ കാണണം. അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനെന്തെല്ലാം സുഹൃതങ്ങളുണ്ടോ ഒന്നും വിടാതെ റമദാനിൽ ചെയ്യണം. മഗ്ഫിറത്ത് അല്ലാഹുവോട് ചോദിക്കണം. എല്ലാ രാത്രിയിലും പകലിലും ഉത്തരം കിട്ടുന്ന രാവുകളല്ലേ റമദാനിൽ. ഒരൊറ്റ രാവും ദുആഇന് ഉത്തരം ഒഴിഞ്ഞതില്ലല്ലോ.